20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രീഷ്യന്മാർ പോലും അവരുടെ ജോലിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകളുണ്ട്. ആ അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ബിജുവാർജുൻ, B.S Electrical Solutionsന്റെ ഇലക്ട്രിക്കൽ ടിപ്സുകളും അറിവുകളും അടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രീഷ്യന്മാർ പോലും പൊതുവേ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിൽ ആവർത്തിച്ച് വരുന്ന കുറച്ച് തെറ്റുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത് പറയാനൊരു പ്രധാന കാരണമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നെ അഭിസംബോധന ചെയ്ത് എടാ പൊട്ട എന്നായിരുന്നു. അതെന്തായാലും തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോയുടെ തുടക്കം ഒരു സാധാരണ ഒരു ഹൗസ് വയറിംഗിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ഇൻഡസ്ട്രിയിലൊക്കെ ആകുമ്പോൾ അത് കുറച്ച് പ്ലാനിങ്ങുകൾ ഉണ്ടാവാം, അതിന് സ്കീമാറ്റിക് ഡ്രോയിങ്ങുകളൊക്കെ ഉണ്ടാവാം. അത് അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്തു പോകുന്നതാണ്. പക്ഷേ ഹൗസ് വയറിങ്ങിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അറിവില്ലായ്മകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നതും എന്നാൽ ഇലക്ട്രീഷ്യന്മാർ ആവർത്തിച്ച് വരുന്ന തെറ്റുകൾ അത് അതേപോലെ പകർത്തിക്കൊണ്ട് പോകുന്നതുമൊക്കെ ഒരു ഹൗസ് വയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അത് എന്തുകൊണ്ടാണോ കാലാന്തരമായിട്ട് അതിന് മാറ്റങ്ങളൊന്നും വരാറില്ല, മാറ്റങ്ങൾ വരുത്താനും ആരും ശ്രമിക്കാറില്ല. നമുക്കിപ്പോൾ സാധാരണ കാണുന്ന ഒരു ഹൗസ് വയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ നമുക്കൊന്ന് നോക്കാം. അതിൽ എന്തൊക്കെയാണ് തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ഇലക്ട്രീഷ്യന്മാരും ചിലപ്പോൾ ഇതിനെതിരെ ഒരുപാട് കമന്റുകൾ ഉണ്ടാവാം, പ്രതിഷേധങ്ങളുണ്ടാവാം. എങ്കിൽ പോലും ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റുകളായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ഹൗസ് വയറിങ്ങിൻ്റെ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. ഇതൊരു മെയിൻ സ്വിച്ചാണ് സാധാരണ രീതിയിലുള്ള. ഇതിപ്പോൾ ഞാൻ ചെയ്ത വർക്കൊന്നുമല്ല, ഒരു സൈറ്റിൽ വന്നപ്പോൾ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് കണ്ടത് തന്നെ വെച്ച് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു മെയിൻ സ്വിച്ചാണ്. ഈ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ചെറുതൂരിട്ട് ഇത് ഇങ്ങനെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതിൽ നമ്മൾ ഈ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഓഫ് ചെയ്തിരിക്കുന്നതിനകത്ത് ഈ മെയിൻ സ്വിച്ചിൽ തന്നെ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ MCB ഐസൊലേറ്ററൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ മെയിൻ സ്വിച്ച് ഉള്ള ഒരു മീറ്റർ ബോക്സ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഈ കാരണം കൂടി വ്യക്തമാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഈ മീറ്ററിന് തൊട്ട് താഴെയായിട്ട് കട്ടൗട്ടർ ഫ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്വിച്ച് ഉണ്ട്. മെയിൻ സ്വിച്ചിന് ഉള്ളിൽ 2 ഫ്യൂസ് വരുന്നുണ്ട്. ഈ 2 ഫ്യൂസിൽ നമുക്ക് ഒന്ന് ന്യൂട്രൽ ആണ്, രണ്ടാമത്തേത് ഫേസ് ആണ്. ഈ ഫേസും ന്യൂട്രലും നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരിച്ചിരിക്കുന്ന ഭാഗം കണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറയാം. സാധാരണ രീതിയിൽ ഇങ്ങനെ 2 ഫ്യൂസുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഫേസ് ആണെങ്കിലും 3 ഫേസ് ആണെങ്കിലും അവിടെ ന്യൂട്രലിന് ഒരു ഫ്യൂസ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ കാലങ്ങളായിട്ട് ഇലക്ട്രീഷ്യന്മാർ അതൊരു ഫ്യൂസായിട്ട് തന്നെ ഉപയോഗിക്കും. കാരണം ഒരേ ഗേജിലുള്ള കമ്പി ഉപയോഗിച്ചിട്ട് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്യൂസ് ന്യൂട്രലിൽ ഒരു കാരണവശാലും ഫ്യൂസ് ഉപയോഗിക്കാൻ പാടില്ല. ന്യൂട്രൽ ലിങ്ക് ആയിരിക്കണം. അതായത് ഇതിൻ്റെ ഈ ഫ്യൂസ് വയർ ഒരിക്കലും കത്തിപ്പോകാൻ പാടില്ല. സാധാരണ രീതിയിൽ ഫ്യൂസ് ലിങ്ക് ആയിരിക്കണം. ഫ്യൂസ് ലിങ്ക് ഇല്ലെങ്കിൽ അതിനെ ഏറ്റവും ഗേജുള്ള, അതായത് നമ്മൾ ന്യൂട്രലിനെ ഏത് വയറാണോ ഉപയോഗിക്കുന്നത് അതേ ഗേജിലുള്ള കമ്പി ഉപയോഗിച്ചിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കണം. ഫ്യൂസ് വയർ ഉപയോഗിക്കേണ്ടത് ഫേസിൽ മാത്രമേ ഫ്യൂസ് വയർ ഉപയോഗിക്കാവൂ. ഇതാണ് ഏറ്റവും ഒന്നാമത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ആവർത്തിച്ച് കാണുന്ന ഒരു തെറ്റാണിത്. അതിന് മുമ്പായിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസുകൾ അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിനകത്ത് അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ ന്യൂട്രലിൻ്റെ ഫ്യൂസ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ന്യൂട്രൽ, അതായത് നമ്മുടെ ഫേസ് ലൈൻ എപ്പോഴും ഡേഞ്ചർ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ഫാൾട്ട് കാരണം വന്നു കഴിഞ്ഞാൽ, ഓവർലോഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസിലെ ഫ്യൂസ് മാത്രമേ പോകാൻ പാടുള്ളൂ. കട്ടൗട്ടർ ആണെങ്കിലും മെയിൻ സ്വിച്ചിന് ഉള്ളിലാണെങ്കിലും നമുക്ക് ഫേസ് ലൈനിലെ ഫ്യൂസ് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രലിൽ ഈ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ നമ്മുടെ വയറിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഫേസ് ലൈൻ എത്തുകയും അത് കൂടുതൽ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ന്യൂട്രലിലെ ഫ്യൂസാണ് പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒരു ഭാഗത്തുണ്ടായിരുന്ന കറണ്ട് അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് ഒരു കാരണമായിട്ട് വരും. അപകടം നമുക്കുണ്ടാകാൻ പോകുന്ന അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇനി ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടുകാരായാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്ര പരിചയസമ്പന്നനായ ഇലക്ട്രീഷ്യൻ ആയാലും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന തെറ്റുകളിൽ മറ്റൊന്നാണ് എർത്തിങ്ങിനെ കുറിച്ചുള്ളത്. എർത്തിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എർത്തിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എർത്തിങ്ങിനെ കുറിച്ചുള്ള പ്രാധാന്യം, എർത്തിങ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള വീഡിയോയുടെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. എർത്തിങ്ങിനെ കുറിച്ച് അറിയാത്തവർ അതിലേക്ക് പോവുക. പിന്നീട് നമ്മുടെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിലേക്ക് ആൾക്കാരെ വലിച്ചഴിക്കുന്നത്. അത് തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഇലക്ട്രീഷ്യന്മാർ തന്നെയാണ് ആ അപകടത്തിൽ പെട്ടുപോകുന്നതും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ വയറിംഗ് സമയത്ത് എർത്തി കോപ്പർ ഇടുകയും താഴേക്ക് നീട്ടിയിടുകയും ചെയ്യും. എന്നിട്ട് ഈ എർത്തിങ് ചെയ്യുന്നത് ഈ വീടിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ വർക്കുകളും കഴിഞ്ഞ് അതിനുശേഷം
തൊട്ട് അപ്പുറത്തുള്ള ഒരു ടെമ്പററി കണക്ഷനിൽ നിന്ന് സപ്ലൈ എടുത്ത് ഈ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ചെക്ക് ചെയ്യുകയും മറ്റ് വർക്കുകളെല്ലാം കാർപ്പൻട്രി വർക്ക് ടൈൽ വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് KSEBിയിൽ പുതിയ കണക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീറ്റർ ഷിഫ്റ്റിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അവർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ എർത്തിങ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് മീറ്റർ ബോക്സിൽ നിന്ന് ഒരു കോപ്പർ നേരെ അടിച്ച് താഴേക്ക് ഇട്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് മാത്രം അടിച്ചു വെച്ചിരിക്കും. KSEBിയിൽ നിന്ന് ഇൻസ്പെക്ഷൻ ആൾ വരുന്നു എന്ന് പറയുന്നതിൻ്റെ തലേന്നായിരിക്കും വന്നിട്ട് ഒന്നുകിൽ ഈ പൈപ്പിനകത്തൂടെ മുകളിലേക്ക് കോപ്പർ കുത്തിക്കയറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ താഴോട്ടിട്ടിരിക്കുന്ന കോപ്പർ അവിടെ കുഴിയെടുത്ത് എർത്തിങ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ നമ്മുടെ എർത്തിങ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു വീട്ടിൽ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ടെമ്പററി കണക്ഷനിൽ നിന്നാണെങ്കിൽ പോലും സപ്ലൈ അതിലേക്ക് കടത്തി വിടുന്നതിന് തൊട്ട് മുമ്പായിട്ടെങ്കിലും നമ്മൾ എർത്തിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഉള്ളൊരു സാഹചര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മരണമടഞ്ഞിട്ടുള്ള ഇലക്ട്രീഷ്യന്മാർ തന്നെയാണ്. അതെങ്ങനെയാണെന്നല്ലേ, ഈ ടെമ്പററി കണക്ഷനിലൂടെ തന്നെ വീട്ടിനുള്ളിലേക്ക് സപ്ലൈ കൊടുക്കുകയും മറ്റ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇവിടെ എർത്തിൻ്റെ കുഴിയെടുത്തിട്ട് അവിടെ എർത്ത് ചെയ്യാൻ ശ്രമിക്കുകയും ഈ എർത്ത് കോപ്പറിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുകയും ചെയ്യുന്നത്. ഇലക്ട്രീഷ്യന്മാർ ഷോക്കേറ്റ് മരിച്ചിട്ടുള്ള സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപകടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇതേപോലെ എർത്തിങ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉള്ള മരണമാണ്. അതായത് എന്നിട്ട് പോലും അവരത് തിരിച്ചറിയുന്നില്ല. ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മളൊരു ഹൗസ് വയറിംഗ് ചെയ്യുന്ന സമയത്ത് 2 സ്ഥലങ്ങളിലാണ് നമ്മൾ ഓവർലോഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇത് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അത് പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വീട് വെക്കുന്നവരും ഇത് വർക്ക് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും നമ്മൾ ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ മെയിൻ സ്വിച്ചിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. മെയിൻ സ്വിച്ചിനകത്തോ അല്ലെങ്കിൽ കട്ടൗട്ടർ ഫീസ്, ഇതൊക്കെ ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇത് കൂടാതെ കൊണ്ട് നമുക്ക് അകത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്, DB വെച്ചിട്ടുണ്ട്. സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും ഒരു DB ഉണ്ടായിരിക്കും. ഈ DBയിലായിരിക്കും ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ വരുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് വെച്ച് വരുന്നത് MCB ഐസൊലേറ്റേഴ്സ് ആണ് വെച്ച് വരുന്നത്. എന്തിനാണ് ഈ MCB വയ്ക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇതിനുള്ളൊരു ഫ്യൂസ് വെക്കുന്നത്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്വിച്ച് തൊട്ട് നമ്മൾ അകത്ത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വരെ നമ്മളൊരു കേബിൾ വലിക്കുന്നുണ്ട്. ആ കേബിളിന് എത്രമാത്രം കറണ്ട് താങ്ങാനുള്ളൊരു ശേഷിയുണ്ട്, അതിന് കഴിവുണ്ട്. ആ കഴിവിന് ആനുപാതികമായിട്ടായിരിക്കണം ഇതിനുള്ളിലെ ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു MCB ആണ് സ്ഥാപിക്കുന്നതെങ്കിൽ ആ കേബിള് നമ്മളിപ്പോൾ ഒരു 2.5 4 mm ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വയറിൻ്റെ ഒരു കവർ ഉണ്ടാവും. നമ്മൾ വയർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കവർ ഉണ്ടാവും. നമ്മളിപ്പോൾ 4 mm വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും, അതിനകത്ത് എത്ര ആംപിയർ കറണ്ട് വരെ അതിനകത്ത് കൂടെ നമുക്ക് കടത്തിവിടാമെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. 4 mm ആണെങ്കിൽ 29 ആംപിയർ കറണ്ട് വരെ നമുക്ക് ഇതിനകത്തൂടെ കടത്തിവിടാം. നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന കേബിൾ ഏതാണോ അതിന് എത്ര ആംപിയർ കറണ്ട് താങ്ങാൻ കഴിയും, ആ കറണ്ടിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫ്യൂസോ ബ്രേക്കറോ മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിക്കാവൂ. കാരണം അകത്തേക്ക് പോകുന്ന കേബിളിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്യൂസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ MCB ഉപയോഗിക്കുകയോ ചെയ്യും, ബ്രേക്കർ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. ഇവിടെ ഐസൊലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ അകത്തേക്ക് പോകുന്ന കേബിളിന് ഏതെങ്കിലും തരത്തിലുള്ള ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കേബിൾ കത്തിപ്പോയാലും നമുക്ക് ഇവിടെ ബ്രേക്ക് ആകുകയില്ല. അതൊരു തീപിടുത്തത്തിനോ മറ്റ് അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അകത്ത് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലും ഇതുപോലെ കുറച്ച് MCBകൾ ഉണ്ടാവും. അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ ബ്രേക്കറിൽ നിന്നും അല്ലെങ്കിൽ MCBയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കേബിളിന് എത്ര ആംപിയർ കറണ്ട് താങ്ങാൻ കഴിയും, അതിൻ്റെ ശേഷിക്ക് അനുസരിച്ചായിരിക്കണം DBക്ക് ഉള്ളിൽ സ്ഥാപിക്കേണ്ട MCBയുടെ കറണ്ട് റേറ്റിംഗ്. ഇനി ഇലക്ട്രീഷ്യന്മാർ പൊതുവേ സ്ഥിരമായിട്ട് കാണിച്ചു വരുന്ന ഒരു തെറ്റാണിത്. ഈ സ്വിച്ച് ബോർഡുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ, സ്വിച്ച് ബോർഡുകൾ മറ്റ് കണക്ഷനുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, മെയിൻ സ്വിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വയർ കണക്ട് ചെയ്യുന്നതിൽ കാണിക്കുന്ന ചെറിയ ഒരു അശ്രദ്ധ നമ്മളെ വലിയൊരു നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതൊരു ലൂസ് കോൺടാക്റ്റിൻ്റെ രീതിയിലോ നമ്മൾ ചില സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ അനക്കുമ്പോഴൊക്കെ ഒരു കിരീട ശബ്ദവും തീപ്പൊരിയൊക്കെ കാണാറുണ്ട്. ശരി, വലിയ ഡിവൈസൊക്കെ ആണെങ്കിൽ ആ സ്വിച്ച് ബോർഡ് തന്നെ കത്തി നശിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിസ്സാരമായ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ഒരു തെറ്റ് മൂലമാണ് അതൊക്കെ സംഭവിക്കുന്നത്. ചില ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റാൻഡ് സ്ലീവ് കളഞ്ഞിട്ട് അതേപോലെ സ്വിച്ചിന് ഉള്ളിലേക്ക് വെച്ച് മുറുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് കൂടുതൽ ലൂസ് കോൺടാക്റ്റ് ഉണ്ടാക്കുന്നതിനും തീപിടുത്തത്തിനൊക്കെ കാരണമായിട്ട് വരും. നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഏത് കണക്ഷനാണെങ്കിലും, ചെറിയ വയറുകളൊക്കെ ആണെങ്കിൽ, വലിയ വയറൊക്കെ ആണെങ്കിൽ കേബിൾ ലെഗുകൾ ഉപയോഗിക്കാം. ചെറിയ വയറുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡ് നന്നായിട്ടൊന്ന് പിരിച്ചതിന് ശേഷം ഈ തുമ്പ് ഇങ്ങനൊന്ന് മടക്കിയതിന് ശേഷം മാത്രമേ കണക്ട് ചെയ്യാവൂ. എന്നാൽ മാത്രമേ ലൂസ് കോൺടാക്റ്റ് ഇല്ലാതെ തന്നെ അത് നമുക്ക് സ്വിച്ചുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാക്കാൻ, ചിലപ്പോൾ ഒരു തീപിടുത്തമോ ഒരു ഡിവൈസിൻ്റെ നഷ്ടമോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു തെറ്റ് തന്നെയാണിത്. ഇപ്പോൾ സമയം ഒരുപാട് താമസിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെ ഒരുപാട് തെറ്റുകൾ, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെയും നന്ദി.